ഹായ് ഹലോ. നമുക്കിന്ന് ദോശയ്ക്കും ഇഡലിക്കും പറ്റിയ ഒരു ചമ്മന്തി ഉണ്ടാക്കാം. എളുപ്പ വഴിയിലുള്ള ചമ്മന്തി. ഡയറ്റിൻ്റെ ഭാഗമായിട്ട് തേങ്ങ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാമേ. എണ്ണ പേരിന് കുറച്ച് ഒഴിക്കാമുള്ളൂ എണ്ണ, കാരണം ഡയറ്റ് ആയതുകൊണ്ട് എണ്ണ അധികം ഒഴിക്കരുത്. അപ്പോൾ എണ്ണയിൽ മൂപ്പിച്ചാലേ ഇതിന് ടേസ്റ്റ് ഉള്ളൂ. അതുകൊണ്ടാണ് എണ്ണ കുറച്ച് ഉപയോഗിക്കുന്നത്, കുറച്ച് ഉപയോഗിക്കാമുള്ളൂ. എണ്ണ മൂത്ത് കഴിയുമ്പോൾ നമ്മൾക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടെ ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ അതിനാണ് ഉഴുന്ന് പരിപ്പ്. അത് ചെറുതായിട്ടൊന്ന് ചൂടായി അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും വറ്റൽമുളക്, പിന്നെ ഉള്ളി, വെളുത്തുള്ളി, ഇച്ചിരി പുളി, ഉപ്പ്, ഇതെല്ലാം കൂടെ കൂടി എന്നിട്ട് അരച്ചെടുക്കാനേ ഉള്ളൂ. വറ്റൽമുളക്, പിന്നെ ഇച്ചിരി കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി ലാസ്റ്റ് കുറച്ച് ചേർക്കണേ. ഇനി ഇതിനാവശ്യമുള്ള ഉപ്പും കൂടെ ചേർക്കണേ. ഇതിനാവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് എന്തായാലും ഇത് ശരിക്കും മൂത്ത് വന്നു തുടങ്ങി. ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ഒരു കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കും. എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം. കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇടും. തീ ഓഫ് ചെയ്ത് ഇനി അതൊന്ന് ചൂടായി എടുക്കാം. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. നന്നായിട്ട് തണുത്തു. ഇനി തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കത് അരച്ചെടുക്കാം. നമ്മൾ ചമ്മന്തി അരച്ചു കൊണ്ടുവന്നു. നല്ല സൂപ്പർ ചമ്മന്തിയായിട്ട് കിട്ടി. ഇത് നല്ല തിക്കായിട്ടുള്ള ചമ്മന്തി. പിന്നെ ഇത് വേണമെങ്കിൽ ലൂസായിട്ട് വേണ്ടവർക്ക് ലൂസായിട്ട് എടുക്കാം. അങ്ങനെ 2 ടൈപ്പായിട്ടാണ് അരച്ചെടുത്തത്. അപ്പോൾ ഇത് കൂട്ടി നമുക്ക് ദോശ കഴിക്കാമേ. നമുക്ക് അടിപൊളി ഒരു ദോശയും കൂടെ ഉണ്ടാക്കാം. തട്ട് ദോശ ഉണ്ടാക്കുന്നേ. ഇതിൻ്റെ കൂടെ ചമ്മന്തി, പിന്നെ ജ്യൂസ് ചമ്മന്തി വേണമെങ്കിൽ അത്. നല്ല ചൂടുണ്ട് കേട്ടോ. ചമ്മന്തിയിലൊന്ന് മുക്കുക, കഴിക്കുക.